വെൽക്കം ടു ഗെയിം ലോക്കേഴ്സ് ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗൈസ് മഞ്ജുളിക. ഇതൊരു ഇന്ത്യൻ ഹൊറർ ഗെയിമാണ് ഗൈസ്. ഇപ്പോൾ അതേപോലെ ഇന്ത്യൻ ഹൊറർ ഗെയിം വേറെ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഏതായിരുന്നു കമലി എന്ന് പറയുന്നത്. അത് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മഞ്ജു ചേച്ചിയുടെ മഞ്ജുളികയാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് മഞ്ജുളിക. അപ്പോൾ നമ്മൾ ഒരു ഹൊറർ ഗെയിമാണ് ഗൈസ്. ആരും പേടിക്കരുത്. ഞാൻ പേടിക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം പ്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാല്ലേ. ഡിഫിക്കൽറ്റി മീഡിയം വന്നിട്ടേക്കണേ. ഡാർക്കർ വേണ്ട. സെറ്റ് ഇത്രയും വോളിയം ഇച്ചിരി കുറച്ച് വെച്ചേക്കാം കേസ്. സ്റ്റാർട്ട് കേസ്. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാം. എന്താ മഞ്ജു ചേച്ചിയുടെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. മഞ്ജു ചേച്ചി സീനാണെന്നോ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊന്ന് എസ്കേപ്പാണ് കേസ്. നമ്മൾ ഗ്രാനിക്കണക്കത്തുള്ള എസ്കേപ്പായിരിക്കാം ചിലപ്പം. നമുക്ക് എന്തായാലും ഇൻട്രോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, മഞ്ജു ചേച്ചിയുടെ വീടാണ് കേസ് ഇത്. അപ്പോൾ നമ്മൾ മഞ്ജു ചേച്ചിയുടെ അതെ മഞ്ജുളിക ബാഹർ. ഓ നമ്മൾ ഇവിടെ മഞ്ജുളികയുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കാറിനകത്താണ് ഗൈസ് നമ്മൾ വന്നത്. എന്താ കഴിച്ചത്? ഓക്കെ ബാറാണ്. ഓ ഗൈസ് നമ്മൾ മൂത്രം അയച്ചു വെച്ച് ഗൈസ് മഞ്ജുളിക സ്ഥലം എഴുതിയിരുന്നെടുത്ത്. ഓ മഞ്ജുളിക അന്നേരം സീനായി ഗൈസ്. കൊന്നു നമ്മളെ കൊണ്ടുപോയി അകത്തിട്ട്. യു ഹാവ് റിലീസ്ഡ് മഞ്ജുളിക ബൈ ബ്രേക്കിംഗ് ദി സ്പെൽ. നൗ യു ഹാവ് ബീൻ captured by her. You only have 3 days. ഓക്കെ നമുക്ക് 3 days ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ മഞ്ജു ചേച്ചിയുടെ കാര്യങ്ങളോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. മഞ്ജു ചേച്ചി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആദ്യം അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഡേ 1 ആണ് ഗൈസ് ഇത്. ഇപ്പോൾ മഞ്ജുളികയുടെ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മഞ്ജുളിക ചേച്ചി ഇങ്ങോട്ടെങ്ങാനും വരും ഗൈസ്. നമുക്കിവിടെ ഒളിക്കാൻ പറ്റുമോ? ആ ഹൈഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹൈഡ് ഇവിടെ ഞെക്കിയാൽ മതിയോ? അയ്യോ ഹൈഡിനകത്ത് വെക്കിയാൽ മതിയോ? ഗൈസ് നമ്മൾ ഹൈഡിൽ ഞെക്കിയാൽ മതി ഗൈസ്. ഹൈഡ് ഉണ്ട്, ഔട്ട് ഉണ്ട്. റൂഡർ ഹാസ് ഇറ്റ് കീ എവരി ഡോർ ഇൻ ബറീഡ് സംവെയർ ഇൻ ദി കോർട്ട്യാർഡ്. ഓക്കെ ഗൈസ് നമുക്ക് അപ്പോൾ ഔട്ട് ഇറങ്ങാം. അവിടെ മഞ്ജുളിക വരുമോ നമുക്കിവിടെ? ഇത് നമ്മൾ സൈഡിൽ കുറച്ച് ടിപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങി പോകാൻ നോക്കാം. ശബ്ദം കേൾക്കുന്നു ഗൈസ്. ശബ്ദം വെച്ച് കൂട്ടിയിടാം. അയ്യേ ശബ്ദം കൂട്ടിട്ടില്ലേ? ശബ്ദം വെച്ച് കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി നോക്കാം. വേണ്ട ഇത്രയും മതി. നമ്മൾ മഞ്ജു ചേച്ചി ഇവിടെ കാണാൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പെതുക്കെ നോക്കാം. എൻ്റെ പൊന്നെ കൈസ് കണ്ടോ? താഴോട്ട് വരും ഓടി താഴോട്ട് കമ്പുചാഞ്ഞ് ഗൈസ്. സീനാണ് കേട്ടോ മഞ്ജുളിക. മഞ്ജുളിക സീൻ. എനിക്കൊന്ന് മഞ്ജുളിക താഴോട്ട് വരും ഗൈസ്. ഉറപ്പ്. നമുക്ക് തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യാം. മഞ്ജുളിക താഴോട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ അയക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഒളിക്കാൻ ഇത് തരുന്നേ അല്ല ഗൈസ്. എന്താ സംഭവം ഉണ്ട്. പ്രസ് ദി പോസ് ബട്ടൺ ആൻഡ് ചെക്ക് ഔട്ട് ദി മാപ്പ് ഫോർ പ്ലേ. എങ്ങനെ സംഭവം? പോസ് ബട്ടൺ പോസ് ബട്ടൺ നീ പിടിച്ചോണ്ടെന്നാ മതിയാ ഗൈസ്. നമുക്ക് എന്ത് പോസ്? മഞ്ജുളിക പോയോ? മഞ്ജു മോളെ നമുക്ക് ഇറങ്ങാം. എൻ്റെ മോനെ സീനാക്കിയിട്ട് കേട്ടോ ഗെയിം. ഇച്ചിരി ഹൊറർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് പേടിക്കാതെ മുമ്പോട്ട് പോവാം. മഞ്ജുളിയുടെ വീട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഫസ്റ്റ് പറയണത്. ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ഇല്ല ഒന്ന് തടിച്ച് വിടങ്ങാനും കാണും ചിലപ്പോൾ. അറിയാൻ പറ്റില്ല. അപ്പോൾ മഞ്ജു മോളെ പോയാ മഞ്ജു? അപ്പം മഞ്ജു മോൾ പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറി നോക്കാം. അപ്പോൾ മഞ്ജുവിൻ്റെ റൂമിൽ നമ്മൾ കയറി. ഓക്കെ സ്റ്റേ ക്വൈറ്റ് ആൻഡ് അവോയ്ഡ് അട്രാക്റ്റിംഗ് മഞ്ജുളികാസ് അറ്റൻഷൻ. ഈ ശബ്ദം ഉണ്ടാക്കിയ മഞ്ജുളിക വരുമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഒളിക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഹൈഡ്. ഹൈഡ് അവിടെ എല്ലാവർക്കും ഹൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈഡുണ്ട് ഗൈസ്. ഇവിടെ ഹൈഡ്. ഇവിടെ ഗൈസ് മത്തിക്കൂടുമല്ലേ ഈ കിടക്കുന്നത്? മത്തിക്കൂടൊക്കെ ഇവിടെ ഇട്ടേക്കുന്ന ചേച്ചി. മഞ്ജുളിക എനിക്ക് വന്ന് ഇച്ചിരി സീനാണ് ഗൈസ് കേട്ടോ. മഞ്ജുളിക സീനാന്ന് വെച്ചാൽ അത് സീനാണ്. ഇപ്പോൾ മഞ്ജു ചേച്ചി വരുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടണമെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്താം. ഇതാണ് ഒരു റൂം കേട്ടോ മഞ്ജുവിൻ്റെ. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം മഞ്ജുവിൻ്റെ. ഗൈസ് ഇവിടെ മഞ്ജു വന്ന് നമ്മളെ പിടിക്കും. മഞ്ജു ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. മഞ്ജു ഈ റൂമിലോട്ട് വരുമോ? വാഴ മഞ്ജു. മഞ്ജു നമ്മളെ കണ്ട് ഓടി കിതച്ച് വരുമോ കേട്ടോ. നമ്മളെ കണ്ടായിരുന്നു. മഞ്ജു പോയി. മഞ്ജു കൈ ചൂലിരിക്കുന്ന മഞ്ജുവിൻ്റെ അല്ല ചൂലിരിക്കുന്ന മഞ്ജുവിൻ്റെ കയ്യിൽ. നമുക്ക് ഇറങ്ങിയാലോ? മഞ്ജു എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ പൊന്നെ മഞ്ജു ഒന്ന് നടന്നൊന്ന് പെട്ടെന്നൊന്ന് പോകും.
ചുമ്മാ ഇതിലെ പെരുക്കില്ല ആനക്കുട്ടി നടക്കാതെ. നമുക്ക് അന്നേരം ഔട്ട് പോയാലോ കഴിച്ച്, നമുക്ക് ഔട്ട് ഇറങ്ങിയാലോ? അന്നേരം ആനക്കുട്ടി പോയോന്ന് നോക്കാം. മഞ്ജുക്കുട്ടി അല്ല, ആനക്കുട്ടി അല്ല, മഞ്ജുക്കുട്ടി. എന്താ മഞ്ജുക്കുട്ടി? അത് പോയി, മഞ്ജുക്കുട്ടി പോയി കഴിച്ച്. മഞ്ജു താഴോട്ടാ പോയെന്ന് തോന്നുന്നു കഴിച്ച്. മഞ്ജു താഴോട്ടാ പോയപ്പം ഇല്ല, മഞ്ജു താ പോകുന്നു. മഞ്ജു നമ്മളെ പിടിക്കുമോ കഴിച്ച്? മഞ്ജു വേണ്ട, മഞ്ജു ഒന്നുമില്ല. മഞ്ജു യു നീഡ് എ കീ. നമുക്കൊരു കീ വേണമെന്ന് പറയുന്ന കീ എന്തിനാണെന്ന് എനിക്കറിഞ്ഞിട്ട്. കീ തിന്നാനോ? കീ ഓക്കെ, കീ നമുക്ക് അത് തുറക്കാൻ കേട്ടോ കഴിച്ച്. നമ്മളെ മറ്റേ സാധനമില്ലേ കഥ. മഞ്ജു എങ്ങോട്ടാ പോയേ? എങ്ങോട്ടാ പോകുന്നുണ്ട് മഞ്ജു? എൻ്റെ മഞ്ജു എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിച്ച്. നമുക്ക് ഇങ്ങോട്ട് പോയി. ഇവിടെ എന്താ സാധനം കിട്ടുന്നത്? ഇവിടെ കുഴിക്കാനുള്ള ഷവ്വാൽ. അപ്പോൾ ഷവ്വാൽ കിട്ടി കഴിച്ച്. നമുക്കിനി ഷവ്വാൽ കൊണ്ട് വല്ലതും ചെയ്യണം ഗൈസ്. ഇവിടെ കുഴിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പ് ഷവ്വാൽ. അയ്യോ മഞ്ജു വരും മഞ്ജു പൊന്നു മഞ്ജു, ഞാൻ നിൻ്റെ കുട്ടിയെ മഞ്ജു. ഓക്കെ മഞ്ജു നമുക്ക് ഇതിനകത്ത് കയറി ഇരിക്കാം. അപ്പം മഞ്ജു ഒന്നും ചെയ്യത്തില്ല വയസ്സ്. മഞ്ജു വന്ന് ആനയാണ് ഈ വരുന്നത്. ആന മഞ്ജു വയസ്സ്. മുഖം നോക്ക് വയസ്സ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന അറിയാൻ വയ്യ. നടക്കാൻ വയ്യ വയസ്സ്. നടക്കുന്നു പോകുന്നുണ്ടോ? അമ്മൂമ്മ നടക്കുന്നു കടന്നു പോകാൻ. നമ്മൾ ഒരു വട്ടം പോലും പിടിച്ചില്ല. പക്ഷേ ആ കാര്യം നമ്മൾ അത്ര പവറാണ്. നമ്മൾ ചവ്വൽ താഴെ ഇട്ടുകൊണ്ടായി ശബ്ദം കേട്ട് നമ്മളെ അമ്മച്ചി വന്നത് ഇങ്ങോട്ട്. നമുക്കന്നേരം പുറത്ത് നൈസിന് ഇറങ്ങിയാലോ? തിരിച്ച് വരുമോ പെണ്ണുപിള്ള? ഇല്ല, വരത്തില്ലെന്ന് തോന്നുന്നു. ഔട്ടാ. അപ്പം നമുക്ക് നോക്കാം ഒന്ന് ജസ്റ്റ് മഞ്ജു കലിപ്പിടാം മാസമാണോ എന്നൊക്കെ നമുക്കൊന്ന്. മഞ്ജുവേ മഞ്ജു തോ പോന്നു. നമ്മൾ കുഴിക്കുന്ന പരിപാടി എനിക്ക് കാണാൻ പറ്റി. മഞ്ജു തോ പോന്നു. മഞ്ജു ഷവ്വൽ ഇവിടെ താഴെ കിടപ്പുണ്ട് ഗൈസ്. മഞ്ജു എന്തായാലും ഇപ്പം നമ്മളെ ഗൈസ് പിക്ക് ഷവ്വൽ കഴിഞ്ഞിട്ടെ നമ്മൾ തെറ്റിപ്പോയി ചെയ്ത കാര്യം. യു നീഡ് ഷവ്വൽ ടു ഡിഗ്. ഷവ്വല പിക്കപ്പ് കീ നമുക്കെല്ലാം റൂമിലെ കീ കിട്ടി കഴിച്ചു. നമുക്കെല്ലാം റൂമിലെ കീ കിട്ടി. ലൈക്ക് അണ്ടർ ബെഡ്സ് ഇൻസൈഡ് ബോക്സസ്. അപ്പോൾ നമുക്ക് മഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ഒളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയണത്. നമുക്ക് ഇതിൻ്റെ കീ ആയിരിക്കും അല്ലേ കഴിച്ചത്? ഓപ്പൺ ഡോർ. ഇതെന്തോ കഴിച്ചത്? പൂജ നടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. മഞ്ജുവിൻ്റെ പൂജയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഇവിടെ ഒളിക്കാൻ പറ്റുന്ന സെറ്റപ്പൊന്നും ഇല്ല. ഇപ്പോൾ തടിച്ച് ഈ സമയം ഇങ്ങോട്ടാണ് കയറി വന്ന നമ്മുടെ കാര്യം പറയണം. ഓപ്പൺ പിക്കപ്പ് സ്കൂട്ടർ കീയോ? സ്കൂട്ടർ കീ കിട്ടി ഗൈസ്. നമുക്കിപ്പോഴും പിക്കപ്പ് കൂട്ടർ കീ നിൽക്കാം. നമുക്കിനി കൂട്ടർ കീ കൊണ്ടുപോയി എന്തോ ചെയ്യണം? സ്കൂട്ടറിൽ വെച്ച് ഷാർട്ടാക്കണം. നമുക്ക് സ്കൂട്ടർ എസ്കേപ്പ് ആണ് ഗൈസ് നമ്മൾ ചെയ്യുന്ന. അതിനകത്ത് 2 എസ്കേപ്പ് ഉള്ളതെന്ന് തോന്നുന്നു ഗൈസ്. ഒന്ന് ബേസ്മെൻറ്റ് വഴിയുള്ള എസ്കേപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ മണികണ്ഠൻ? ഇത് മണി ഡ്രോപ്പ്. മഞ്ജു നമ്മളെ കൊന്ന് പറഞ്ഞേ. മഞ്ജു ഇച്ചിരി സീന. നമുക്ക് ഇന്ന് എന്തെങ്കിലും എസ്കേപ്പ് ആവാൻ പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഒന്ന് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇന്ന് അത്തിക്കൂടെ ഒക്കെ അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ മഞ്ജുവിൻ്റെ വീട്ടിൽ ഒന്നുകൂടെ ഒന്ന് കയറി നോക്കാം. മഞ്ജു മോളെ മഞ്ജു മോ ആനമോൾ. അതാണ് 3 2 1 ഓടിത്തളിക്കോ. ഹൈഡ്. നമുക്കിവിടെ കുറച്ച് ഹൈഡാം. കാരണം എന്ന് വെച്ചാൽ മഞ്ജു തടിച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ കാര്യം കത്തും. അപ്പോൾ മഞ്ജു വരുന്ന നമുക്ക് ശ്രദ്ധിച്ചിരിക്കും. എന്തായാലും മഞ്ജു ഇങ്ങോട്ട് വരുന്ന ഉറപ്പാണ്. മഞ്ജു വരും എന്തായാലും. മഞ്ജു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മഞ്ജു വരുന്നവരെ പ്രാക്ടീസ് മോഡ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദി ലേഔട്ട് ആൻഡ് ഐറ്റം ലൊക്കേഷൻസ്. പ്രാക്ടീസ് മോഡോ? അതായത് പ്രാക്ടീസിൻ്റെ സാധനങ്ങളാണ് തോന്നിയത് പ്രാക്ടീസ് മോഡിൽ ഉള്ളത്. ഈ ബട്ടൺ എന്താണെന്ന് എനിക്കുണ്ടോ വയസ്സ്? എന്ത് സംഭവം? ഇത് മഞ്ജുവിനെ വിളിച്ച് വരുത്തുന്ന സാധനമാണ്? അല്ല, ഗെയിം പോസ് ചെയ്യുന്നതാണോ? ഗെയിം പോസ് അല്ല. വേണ്ടാത്തതിലൊന്ന് പിടിച്ച് നിൽക്കണ്ട. മീൻസ് മഞ്ജുവിനെ കാണില്ല, സേഫാണെന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങിയാലെന്നാ ഇറങ്ങാം. നമുക്ക് എന്തായാലും ഇറങ്ങാം ഗൈസ്. അതോടൊപ്പം നമുക്ക് ഇറങ്ങാം. മഞ്ജു ഇല്ല, നമ്മൾ സേഫാണ്. മഞ്ജു ഇല്ല.
രക്ഷപ്പെട്ട് ഇത്രേ ഉള്ളൂ. പിക്കപ്പ് കീയ. ഇനി പിക്കപ്പ് കീ എന്തിനാ? എനിക്ക് ഞാൻ മഞ്ജു അടിച്ച് കൊന്ന അവിടെ കണ്ട് വെച്ചല്ലേ. നമുക്ക് സ്കൂട്ടർ കീ. പിക്കപ്പ് സ്കൂട്ടർ കീ. ചാടുന്ന മഞ്ജുളിക യൂസ് കീപ്പ് സ്കൂട്ടർ കീസ് ഇൻ സ്മാൾ ചെസ്റ്റ്. മഞ്ജുളിക സ്മാൾ ചെസ്റ്റിൽ അവിടെ സ്കൂട്ടർ കീ ഒക്കെ വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇറങ്ങാം ഇവിടുന്ന്. മഞ്ജുളിക എന്ത് ചെയ്ത് എനിക്ക് അറിഞ്ഞില്ല ഗൈസ്. മഞ്ജുളിക മേലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ പോയി ഗൈസ്. മഞ്ജുളിക മേളിയിരിക്കുന്നു ഗൈസ്. നടക്കുന്നുണ്ട്, നടക്കാൻ വയ്യ. മഞ്ജുളിക മേളിയിരിക്കുന്നു. അപ്പം നമുക്ക് താഴോട്ട് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഈ ഫ്രണ്ട് ഡോർ തുറന്നെങ്കിൽ എസ്കേപ്പ് ആയ പോലെ ഗൈസ്. നമുക്ക് ഈ ഫ്രണ്ട് ഡോർ തുറന്നെങ്കിൽ എസ്കേപ്പ് ആയാൽ മതി, അല്ലാതെ ചെയ്യാനൊന്നും ഇല്ല. ഇതിൻ്റെ കൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഓ ഗൈസ്, ഇത് ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് തുറക്കാം. ഓപ്പൺ ഇവിടെ ഒളിക്കാം. ഓ ഗൈസ്, നമുക്ക് ഒളിച്ചിരിക്കാം. ഒളിച്ചിരിക്കുന്ന സെറ്റപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ മഞ്ജു ഇച്ചിരി സീനാണ്ടല്ലേ ഒളിച്ചിരിക്കാനുള്ള സെറ്റപ്പൊക്കെ വെച്ചേക്കുന്നത്. ഈ സമയത്ത് മഞ്ജുവിനെ ഇങ്ങോട്ട് വിളിച്ച് സ്റ്റേ കാം ആൻഡ് ഫോക്കസ് ടു അവോയ്ഡ് പാനിക്. ഓക്കെ, നമ്മൾ പാനിക് ആവില്ലെന്നാണ് പറയുന്നത്. പാനിക്കായാൽ പിന്നെ തീർന്നു. ഇവിടെ നിന്ന് ചാടാൻ പറ്റും. ഇവിടെ നിന്ന് ചാടാൻ പറ്റില്ല. ചാടിയാൽ നമ്മൾ തലയിടിക്കും. നമുക്ക് ഇറങ്ങിയാൽ തോന്നുന്നു. അപ്പോൾ ഇപ്പം മഞ്ജുളിക ഇങ്ങോട്ടൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. മഞ്ജുളിക വരുമോ? ഗെയിമർ പറ വരത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാം. ഗെയിമറിൻ്റെ ഒരേ ഒരു വിശ്വാസത്തോടെ നാം ഹൈഡ് ചെയ്തില്ലേ നമ്മൾ. ഡേ 3 ഹൈഡ് ചെയ്തതും പോലെ മഞ്ജുളികയുടെ ഒറ്റ വാക്ക്, മഞ്ജുളികയുടെ അടി പൊട്ടിയുടെ ഒറ്റ വാക്ക് അങ്ങനെ ഇറങ്ങിയത്. മഞ്ജുളിക നമ്മളെ പിടിച്ച് കൊന്നു. അപ്പം നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. മഞ്ജു ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് പിക്കപ്പ് സ്കൂട്ടർ കീ വേണ്ട, നമുക്ക് ഹൈഡ് കൊടുക്കാം. ഹൈഡ് കൊടുത്തപ്പോൾ ഇവിടെ വന്നാ ഹൈഡ് നമുക്ക് എന്തായാലും ഇറങ്ങണം അവിടുന്ന്. നമ്മൾ പഴയ സ്ഥലത്തെത്തി കേട്ടോ. നമ്മളെ ഇറങ്ങണോ? ഓക്കെ, വരില്ലെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇറങ്ങാം. ഈ സീനൊന്നും ഇല്ല. നമുക്ക് ധൈര്യം സപ്പോർട്ട് തന്നു എനിക്ക് ആദ്യം. ഇനി എനിക്ക് പേടിയില്ല. ഞാൻ ഒരുത്തനെയും പേടിക്കത്തില്ല. അമ്മ അയ്യോ കൊന്നു. അപ്പം ഗൈസ്, നമ്മൾ ജസ്റ്റ് ഈ ഗെയിം ഒന്ന് ചുമ്മാ ഒന്ന് എന്ത് തടിച്ച് ഓടുന്നു. ഞാൻ പാവമല്ലായിരുന്നു. നിങ്ങളെന്നെ കൊന്നില്ല. ഒന്ന് മൂത്രം ഒഴിച്ചതിന്. ഗൈസ് തല വെട്ടുന്നു. ഗൈസ് തല വെട്ടു. ഇപ്പം തല വെട്ടി. തല വെട്ടിക്കളഞ്ഞ ഗൈസ്. നമ്മൾ കാണാൻ പറ്റുമോ? ഷവല് കുഴിച്ചെടുത്ത് ഒരു തല വെട്ടുന്ന മിഷ്യൻ വെച്ചിരുന്നായിരുന്നു ഗൈസ്. അത് വെച്ച് നമ്മളെ തല വെട്ടി കളഞ്ഞ് ഗൈസ്. പിന്നെ പിള്ള ഗൈസ്, ഇത് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. പക്ഷേ ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മഞ്ജുളിയുടെ നടി കൊണ്ട് ചത്തു ഗൈസ്, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിതിൻ്റെ ഒരു കളി കൂടെ മാറ്റി ആക്കി. അപ്പം ഗൈസ് നമ്മളിതൊരു ചെറിയ വീഡിയോ ആണ്. അതേപോലെ സ്റ്റേ ട്യൂൺ ഫോർ മിനി മിനിഷ്യ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ആദ്യ ഗെയിമറായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. മിനി മിനിഷ്യയുടെയും ഗോസ്റ്റിൻ്റെ എല്ലാം. അപ്പോൾ ഇത് മഞ്ജുളിക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് മഞ്ജുളി നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. എന്തായാലും നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് അടിക്കുക ഗൈസ്. നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുന്ന സബ്ബും ചെയ്യുന്നില്ല ഗൈസ്. ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക ഗൈസ്. എന്നിട്ട് അടിച്ച് കയറി ഗൈസ് എല്ലാവരും. എന്നിട്ട് ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. അപ്പം ബൈ എന്ന് പറയുന്നത് ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇറ്റ്സ് യുവർ ഗെയിം ലൊക്കെ സൈനിങ് ഔട്ട് ഗൈസ്. സൈനിങ് ഔട്ട്.